യമനിൽ നിന്നുള്ള നിരന്തര വ്യോമാക്രമണങ്ങൾക്കിടെ ഹൂത്തി തലവനെ ലക്ഷ്യമിട്ട് നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അബ്ദുൽ മലിക് അൽ ഹൂത്തിയെ വകവരുത്താനാണ് ശ്രമം. ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള എന്നിവരുടെയെല്ലാം വിധിയാണ് അബ്ദുൽ മലിക്കിനെയും കാത്തിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. അതിനുള്ള പദ്ധതികളാണ് തങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. ഇസ്രായേലിന് നേരെ ഹൂത്തികൾ മിസൈൽ വർഷം തുടരുകയാണെങ്കിൽ കടുത്ത തിരിച്ചടികളായിരിക്കും അവർ നേരിടേണ്ടി വരിക എന്നാണ് കാറ്റ്സ് പറയുന്നത്. ഗസയിൽ ദൈഫിനെയും സിൻവാറിനെയും, ബൈറൂത്തിൽ നസറുള്ളയും, തെഹ്റാനിൽ ഹനിയെയും ചെയ്ത പോലെ ഹൂത്തി നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുണ്ടാകും. യമനിൽ വെച്ച് അബ്ദുൽ മലിക് അൽ ഹൂത്തിയെ പിടികൂടി വകവരുത്തുമെന്നും പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഹൂത്തി നേതാക്കളെ ലക്ഷ്യമിട്ട് വരും ദിവസങ്ങളിലും ആക്രമണം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഹൂത്തികൾ ആക്രമിക്കുന്നത് കൈകെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതേണ്ടെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. തിരിച്ചടി ശക്തമായിരിക്കുമെന്നും നേതാക്കളെ തന്നെ ലക്ഷ്യമിടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഒപ്പം ഹൂത്തികളുടെ താവളങ്ങൾ തകർക്കുമെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രായേലിന് മേൽ പരിക്കേൽപ്പിക്കുന്ന ഹൂത്തികൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി ആളും അർത്ഥവും ഉപയോഗിച്ച് സ്വയം പ്രതിരോധമൊരുക്കുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യമനിലെ 2 തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹൂത്തി നിയന്ത്രണത്തിലുള്ള അൽ ഹുദൈദ, സാലിഫ് പോർട്ടുകൾക്ക് നേരെയായിരുന്നു ആ ആക്രമണങ്ങൾ. തുറമുഖങ്ങൾ ഒഴിയാൻ മുന്നറിയിപ്പ് നൽകിയ ശേഷമായിരുന്നു മിസൈൽ ആക്രമണം. ഇതിനു മുൻപും ഹുദൈദയിൽ ഇസ്രായേൽ സമാന ആക്രമണം നടത്തിയിരുന്നു. യമനിലെ പ്രധാന വിമാനത്താവളമായ സൻആ ഇസ്രായേൽ മിസൈൽ വർഷത്തിൽ തകർന്നിരിക്കുകയാണിപ്പോൾ. നിരവധി വിമാനങ്ങൾ സംഭവത്തിൽ കത്തി നശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ടും വൻ ഹൂത്തി മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. വടക്കൻ ഇസ്രായേൽ വിട്ട് തെല്ലവീവ് ഉൾപ്പെടെയുള്ള സെൻട്രൽ ഇസ്രായേൽ നഗരങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുകയാണ് യമൻ സായുധ സംഘം. രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളം ലക്ഷ്യമിട്ട് ഒരിക്കൽ കൂടി ഹൂത്തി മിസൈലുകൾ എത്തിയതായുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരാഴ്ചക്കിടെ 3 ആക്രമണമാണ് ബെൻഗൂരിയൻ എയർപോർട്ടിന് നേരെ നടന്നതെന്നാണ് വിവരം. ഫലസ്തീൻ 2, സുൽഫീഖർ എന്നിങ്ങനെ 2 ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഞായറാഴ്ച ബെൻഗൂരിയൻ ലക്ഷ്യമാക്കി അയച്ചതെന്നാണ് ഹൂത്തി വക്താവ് യഹിയ സാരി അറിയിച്ചത്. 2 മിസൈലും ലക്ഷ്യസ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ശനിയാഴ്ച പുലർച്ചെ യാഫ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പിന്നാലെ വ്യോമാതിർത്തി അടച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം കൂടിയാണ് ബെൻഗൂരിയോൺ. മെയ് 4-നായിരുന്നു ഹൂത്തികൾ വിമാനത്താവളത്തിന് നേരെ ആദ്യമായി വിജയകരമായ ആക്രമണം നടത്തിയത്. എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും മറികടന്ന് ഹൂത്തി ഹൈപ്പർസോണിക് മിസൈൽ വിമാനത്താവളത്തിന് സമീപം പതിക്കുകയായിരുന്നു. മിസൈൽ തകർക്കാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ടെർമിനലിൽ നിന്ന് വെറും 75 മീറ്റർ മാത്രം അകലെ വിമാനത്താവളത്തിന്റെ പ്രധാന മേഖലയിലാണ് അന്ന് മിസൈൽ പതിച്ചത്. അവിടെ 25 മീറ്ററോളം ആഴത്തിലുള്ള വൻ ഗർത്തവും രൂപപ്പെട്ടിരുന്നു. വൻ നാശനഷ്ടങ്ങൾ വിമാനത്താവളത്തിൽ ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ടും ചെയ്തിരുന്നു.